Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ച് ബിരിയാണിയുടെ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഉപ്പുമാവാണ്. ഇത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം നാരങ്ങ നീര് വേണം. കടുക് 1/2 ടീസ്പൂണോളം വേണം. ഇനി 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ പരിപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല. ബിരിയാണി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല എടുത്താലും മതി. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1 വെളുത്തുള്ളി, അല്പം തക്കോലം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട. ഇതുപോലെ ചെറിയ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. 2 ഗ്രാമ്പൂ, 1/4 ടീസ്പൂണോളം വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയ സവോള വേണം. 1 ടൊമാറ്റോ വേണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ ടൊമാറ്റോയാണ്, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 ടൊമാറ്റോ എടുത്താൽ മതി. അല്പം പുതിനയില, മല്ലിയില, എണ്ണ, നെയ്യ് വേണം. 1/2 കപ്പ് വെള്ളവും വേണം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടാക്കിയ ശേഷം 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടെ ചേർക്കുമ്പോൾ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ പരിപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ച ശേഷം ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉഴുന്നും പരിപ്പും നന്നായിട്ട് ചുവന്ന് വരണം. ഉഴുന്നും പരിപ്പും ഇതുപോലെ നന്നായി റോസ്റ്റായി വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന വലിയ ജീരകം, ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട, തക്കോലം ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് റോസ്റ്റായി വരണം. അതിന് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ഇതുപോലെ റോസ്റ്റായി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറി വരണം. എല്ലാം ഇതുപോലെ നന്നായി റോസ്റ്റായി കഴിയുമ്പോൾ സവാള നീളത്തിലരിഞ്ഞതിട്ട് കൊടുക്കണം. ഇനി ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒരുപാട് സമയം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സവാളയുടെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി. സവാള ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ ടൊമാറ്റോ അരിഞ്ഞതിട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം 1 മിനിറ്റ് അടച്ചു വയ്ക്കാം. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വരണം. ടൊമാറ്റോ ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ചമണം മാറി വരണം. ഇതുപോലെ വഴറ്റിയ ശേഷം ബിരിയാണി മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചാൽ മതി. ഇനി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത ശേഷം ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം തിളച്ച് കഴിയുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിനെ മൂടി വെച്ച ശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിലാണെങ്കിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. ഇപ്പോൾ ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ബിരിയാണിയുടെ ടേസ്റ്റിലുള്ള ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഈ വെറൈറ്റി ഉപ്പുമാവ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.